നമസ്കാരം, ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിലിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ലിപ് ബാംസിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ഹോൾ വീഡിയോയിൽ, മന്ത്ലി ഷോപ്പിംഗ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇത്തവണ ലിപ് ബാംസിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിൽ ഞാനൊരു 5 ബ്രാൻഡ്സിൻ്റെ ലിപ് ബാംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. എല്ലാ പ്രോഡക്ട്സും ആമസോണിൽ നിന്നാണ്. എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് കാണിക്കാനുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ് ബാം ആണ്. ഇന്ന് ഈ കാണിക്കുന്ന കളക്ഷനിൽ എൻ്റെ ഒരു ഫേവറേറ്റ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഗോ ടു ലിപ് ബാം എന്ന് പറയാം. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് തന്നെയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ഷെയ്ഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ്. ഓക്കെ, SPF 50 വരുന്ന ഒരു ലിപ് ബാമാണ്. റെഡ് റൊമാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതിൻ്റെ തന്നെ പിങ്കും ഉണ്ട്, പക്ഷേ എൻ്റെ ഒരു സ്കിൻ ടോണിന് കുറച്ചുകൂടി മാച്ചായിട്ട് എനിക്ക് തോന്നുന്നത് റെഡാണ്. ഓക്കെ, ഞാൻ ലിപ്സ്റ്റിക്കിലാണേലും പിങ്ക് ടോൺ വരുന്ന, പിങ്ക് ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക്സ് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. റെഡ് പറയുമ്പോഴും ഞാൻ അങ്ങനെ ബ്രൈറ്റ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള റെഡ് ഷെയ്ഡ്സ് ഞാൻ വളരെ റെയറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് എനിക്കിഷ്ടപ്പെടാനുള്ള റീസൺ പറയുകയാണെങ്കിൽ, ഇത് കുറച്ചുകൂടി ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്, ഭയങ്കര തിക്കല്ല. എനിക്ക് തിക്കായിട്ടുള്ള ലിപ് ബാംസ് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. ഓക്കെ, എൻ്റേത് അത്ര ഡ്രൈ ആയിട്ടുള്ള ലിപ്സും അല്ല. പിന്നെ മാത്രമല്ല, നമ്മുടെ നാട്ടിലൊരു വെതറിന് കുഴപ്പമില്ല. പുറത്തൊക്കെ ഉള്ളവർക്ക് വിൻ്റർ ടൈമിലൊക്കെ, ഇനിയിപ്പോൾ വിൻ്ററാണ് വരുന്നത്, അപ്പോഴൊക്കെ നല്ല തിക്കായിട്ടുള്ള ലിപ് ബാംസ് തന്നെ വേണം. ഓക്കെ, പക്ഷെ ഞാൻ എൻ്റെ കാര്യം ആണ് പറയുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി ഉള്ളതാണ് എനിക്കിഷ്ടം. എനിക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെയാണ്. പിന്നെ കുറച്ച് ഗ്ലോസിയാണ്. ഒരിടയ്ക്ക് മാറ്റ് തന്നെയായിരുന്നു ഇഷ്ടം. ഇപ്പോഴും മാറ്റ് ലിപ്സ്റ്റിക്സ് തന്നെയാണ് ഇടാറുള്ളത് കൂടുതലും. പക്ഷേ എന്നാലും എനിക്ക് ലിപ് ബാംസ് മാത്രം, ഇതുപോലെ നല്ലൊരു ടിൻറ്റഡ് ലിപ് ബാം ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എനിക്കങ്ങനെ ലിപ്സ്റ്റിക്ക് തന്നെ വേണം എന്നൊന്നും ഇല്ല ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് മാത്രം ഇട്ടിട്ട് പോകാനും ഞാൻ വളരെ കംഫർട്ടബിളാണ്. അപ്പോൾ അങ്ങനെയും എനിക്ക് കുറച്ച് ആ ഒരു ഗ്ലോസി ലുക്ക് എനിക്ക് ഇപ്പോൾ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആക്കാനുള്ള ഒരു റീസൺ. ഞാൻ ഇതിൻ്റെ പിങ്കാണ് ആദ്യം വാങ്ങിയത്. പിന്നെ പിങ്കാണോ ഇതാണോ ആദ്യം വാങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പിങ്ക് ഞാൻ അധികം അങ്ങനെ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല, ഇതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ. എന്നെപ്പോലെ ഉള്ളവർക്ക് ഇതൊന്ന് നോക്കാവുന്നതാണ്. ലിപ് ബാംസിൻ്റെ വീഡിയോസ് കൂടുതലായിട്ട് വേണം, അതായത് പുതിയ ലിപ് ബാംസ് ട്രൈ ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഹൈഫിൻ്റെ ഒരു ലിപ് ബാമാണ്. ഓക്കെ, ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇതും നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടി സ്കിൻ കെയറും കൂടി വരുന്നതാണ്. ഇതിൽ പെപ്റ്റൈഡ്സ് ഉണ്ട്, വിറ്റമിൻ ഇ, അങ്ങനെ കുറച്ച് കണ്ടൻറ്റൊക്കെ വരുന്ന ഒരു ലിപ് ബാമാണ്. ഓക്കെ, ഇവർക്ക് വേറെയും ഷെയ്ഡ്സ് ഉണ്ട്, ഇതുപോലെ ഡാർക്ക് ബോൾഡ് ആയിട്ടുള്ള ഷെയ്ഡ്സും ഉണ്ട്. അപ്പം ഞാൻ ഇതാണ് വാങ്ങിയത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് കുറച്ച് തിക്കാണ്. ഇത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് തിക്കാണ്. ഇത് ആ ഒരു തിക്ക സൈഡിലായതുകൊണ്ട് തന്നെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. മാത്രമല്ല, ഇത് മാത്രമായിട്ട് വെയർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു സ്കിൻ ടോൺ നോക്കുമ്പോൾ ഇതെൻ്റെ എന്നെ വാഷ് ഔട്ട് ചെയ്യുന്നൊരു ഷെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടമായില്ല. ചിലപ്പോൾ വേറൊരു ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ് വാങ്ങിയിരുന്നുവെങ്കിൽ പിന്നെ ഓക്കെ ആയ തന്നെ. എന്തായാലും വേറൊരു ഷെയ്ഡ് വാങ്ങാൻ എനിക്ക് തോന്നിയുമില്ല. പക്ഷെ ഒരു കാര്യം അന്നും ഞാൻ പറഞ്ഞു, ഇപ്പോൾ അതിനുശേഷം വേറെ കുറേ ബ്രാൻഡ്സ് ഞാൻ ട്രൈ ചെയ്തിട്ട് വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ഒരു രക്ഷയില്ലാത്ത ആപ്ലിക്കേറ്ററാണ്. ഭയങ്കര രസമായിട്ടുള്ള ഒരു ആപ്ലിക്കേറ്ററാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടൊരു ആപ്ലിക്കേറ്റർ ഞാൻ ഈ ഇപ്പോൾ കാണിക്കുന്ന ഒരു ലിസ്റ്റിൽ ഇത് തന്നെയാണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ലിപ്സിൻ്റെ ഓരോ കോർണറിലും വളരെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേറ്റർ അടിപൊളിയാണ്. കുറച്ച് തിക്കായിട്ടുള്ള ലിപ് ബാംസ് ഓക്കെ ആയിട്ടുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ, ഇത് അന്ന് കാണിച്ചപ്പോൾ എന്നോടൊരാൾ പറഞ്ഞതാണ് ഫോക്സ്ടെയിലിൻ്റെ ഒരു ലിപ് ബാം ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ ഫോക്സ്ടെയിലിൻ്റെ വാങ്ങിയിട്ടുണ്ട്. ഇതും അഗെയിൻ SPF 30 ഉണ്ട്, പെപ്റ്റൈഡ്സ്, വിറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിലും ഉണ്ട് കേട്ടോ. സ്കിൻ കെയറും കൂടി ഇപ്പോൾ ഉള്ള ലിപ് ബാംസിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഓക്കെ, നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ എടുത്തത് റൂബി ഗ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. നല്ലൊരു ബ്രൈറ്റ് റെഡ് ഷെയ്ഡാണ് കേട്ടോ. ഒരു ചെറിയ റെഡ് ആ ഒരു ഷെയ്ഡാണ്. ഇതിലും പിങ്കും ന്യൂഡും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ പറഞ്ഞ പോലെ അത്രയും എന്താ പറയുക വാട്ടറി അല്ലെങ്കിലും ഇതിൻ്റെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഗ്ലോസിയാണ്, കുറച്ചുകൂടി എന്താ പറയുക വാട്ടറി ആണ്, തിന്നായിട്ടുള്ള ഒരു ഓക്കെ അത്ര ഒരു മൂസ് ടൈപ്പ് അല്ല. ഇത് കുറച്ചുകൂടി ഒരു മൂസ് കൺസിസ്റ്റൻസിയാണ്, ഇതങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ ഫോക്സ് ടെയിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്കിഷ്ടമായി കേട്ടോ. ഇനി ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുമ്പോൾ ഇതെല്ലാം ബഡ്ജറ്റാണ് കേട്ടോ, അങ്ങനെ വലിയ പ്രൈസൊന്നും ഇല്ല. എന്നാലും ഭയങ്കര ചീപ്പായിട്ടൊരെണ്ണം നോക്കുകയാണെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. കിസ് കാൻഡി ലിപ് ബാം. ഞാൻ എടുത്തത് ഷെയ്ഡ് വാട്ടർമെലൺ ആണ്. ഇതിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറയണം, ഞാൻ ഇതിനു മുന്നേയും ഒരുപാട് ലിപ് ബാംസിൽ ഇതുപോലെ ഫ്രൂട്ട് ഫ്ലേവേർഡ് ലിപ് ബാംസ് ട്രൈ ചെയ്തിട്ടുണ്ട്. സെയിം വാട്ടർമെലൺ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഒരു റിയൽ വാട്ടർമെലൻ്റെ അതേ ഒരു സ്മെല്ലും നമുക്കത് ഭയങ്കര ആ ഒരു റിയൽ വാട്ടർമെലൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അത്യാവശ്യം ഗ്ലോസി ആയിട്ടുള്ള ഒരു ലിപ് ബാം തന്നെയാണ്, ഒത്തിരി തിക്കല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലിപ് ബാം ഓക്കെയാണ്, ഈ ഒരു പ്രൈസിന് ഓക്കെയാണ്. അല്ലാണ്ട് എനിക്കിതിലൊരു വൗ ഫാക്ടർ പറയാനായിട്ടില്ല. ഇത് വളരെ ചീപ്പായിട്ട് നമുക്ക് സെയിലിലൊക്കെ വരുന്ന ഒരു 100 റുപ്പീസ് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ഒരു ലിപ് ബാമാണ്. സോ ഓക്കെ, ഇതിൽ SPF ഒന്നും ഇല്ല കേട്ടോ, SPF ഒന്നുമില്ല. ഓക്കെ, ഇനി അടുത്തൊരു ലിപ് ബാം. ഇത് ഞാൻ ഒരുപാട് തവണ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. ഡേഗയുടെ ഈ ഒരു ലിപ് ബാം, ബീറ്റ്റൂട്ട് ലിപ് ബാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ വീണ്ടും ഒരെണ്ണം വാങ്ങിയതാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ആണ്. മാത്രമല്ല ഡേഗയുടെ ഒരു എന്താ പറയുക ഹിറ്റ് പ്രോഡക്റ്റ് ആണ് അവരുടെ. അപ്പോൾ ഇത് ആദ്യം അവർ ഒരു ടബ് പാക്കേജിങ്ങിലാണ് ഇറക്കിക്കൊണ്ടിരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല. ഇപ്പോൾ ബുള്ളറ്റ് ഫാമിൽ ആയപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസിയാണ്, അപ്ലൈ ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. ഒരു നാച്ചുറലായിട്ടൊരു ടിൻറ്റ് അത് ഉണ്ട്, ഒരു ലൈറ്റ് ഒരു ബീട്രൂട്ട് അതിൻ്റെ ഒരു ടിൻറ്റ് വരും. പിന്നെ ആ ഒരു കോക്കനട്ട് ഓയിലിൻ്റെയും ഒരു നാച്ചുറൽ ലിപ് ബാമിൻ്റെ ഒരു ഇതാണ്. അല്ലാണ്ട് വേറെ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. 100% ഓർഗാനിക് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ലിപ് ബാമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഷെൽഫ് ലൈഫും ഒക്കെ കുറവാണ് കേട്ടോ. 6 മാസമൊക്കെ ഉണ്ടാവത്തുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് 2 to 3 years ഒക്കെ കിട്ടുമ്പോൾ ഇത് 6 months ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. എന്നാലും നാച്ചുറലായിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഇവർ ക്ലെയിം ചെയ്യുന്നത് നമുക്ക് ആ ഒരു പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ടു ആൻ എക്സ്റ്റെൻറ്റ് അത് ഓക്കെയാണ് കേട്ടോ. നമ്മളിത് പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്ത് ആ ഒരു ലിപ്സിന് ആ ഒരു കെയർ ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നീ കാണിച്ച പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.